Dear students, you have already learned the first unit of this textbook. Now we can move to the second unit of this textbook of 9th standard, Bonds of Love. ബോൺസ് ഓഫ് ലവ് എന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേര്. ബോണ്ട് എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം കെട്ട്, ബന്ധനം എന്നിങ്ങനെയാണ്. ബോൺസ് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റേതായ കെട്ട് അല്ലെങ്കിൽ ബന്ധനം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ താഴെയായി കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ചിത്രമുണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ചിത്രത്തിൽ ഭൂമിക്ക് ചുറ്റും കൈകൾ കോർത്ത് പിടിച്ചു നിൽക്കുന്ന മനുഷ്യർ, അത് മനുഷ്യർക്കിടയിലെ സാഹോദര്യത്തെ സൂചിപ്പിക്കുന്നു. 2 പ്രാവുകൾ പറന്നു പോകുന്നുണ്ട്. വെള്ളരിപ്രാവുകൾ സമാധാനത്തിൻ്റെ സിമ്പലാണ്. ദേ ആർ ദ സിംബൽസ് ഓഫ് പീസ്. Second question, how are the people seen? People seen as their hands being joined. കൈകൾ കോർത്തുകൊണ്ടാണ് നമുക്കിവിടെ ഈ മനുഷ്യരെ കാണാൻ പറ്റുന്നത്. വാട്ട് ഡു ദ ഡൗസ് സിഗ്നിഫൈ? ഈ പ്രാവുകൾ എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ദ ഡവ്സ് ഓൾവേസ് സിഗ്നിഫൈ പീസ്. സമാധാനത്തിനെയാണ് വെള്ളരിപ്രാവുകൾ സിഗ്നിഫൈ ചെയ്യുന്നത്. വാട്ട് ഐഡിയ ഡസ് ദ പിക്ചർ കൺവേ? കൺവേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആശയം പകരുക എന്നാണ്. എന്ത് ഐഡിയയാണ് ഈ പിക്ചർ നിങ്ങളിലേക്ക് കൺവേ ചെയ്യുന്നത്, നിങ്ങൾക്ക് പകർത്തി നൽകുന്നത്? ഈ പിക്ചർ നമുക്ക് എന്താ പകർത്തി നൽകുന്നത്? ഈ പിക്ചർ സമാധാനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഒരു സിമ്പൽ, ബോൺസ്, അതിൻ്റെ ഒരു ബന്ധനം, കെട്ടുറപ്പാണ് നമുക്കിവിടെ ഈ ചിത്രത്തിൽ നിന്നും കിട്ടുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു ചെറിയ ഹൈക്കു വായിക്കാം. റീഡ് ദ ഹൈക്കു ഗിവൺ ബിലോ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. എന്താണ് ഹൈക്കു? ഹൈക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. ഹൈക്കു ഈസ് ആൻ അൺറൈംഡ് വേഴ്സ് ഫോം ഇൻ 3 ലൈൻസ്. 3 വരികളിലുള്ള അൺറൈംഡ് ആയിട്ടുള്ള ഒരു വേഴ്സ് ഫോമാണ് ഹൈക്കു. അൺറൈംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില കവിതകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരേപോലുള്ള ശബ്ദങ്ങളിൽ ആ പോയം അവസാനിക്കും. ദ ലാസ്റ്റ് വേർഡ്സ് or the first letter or the first sound of the words in the same line may be similar. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ റൈമിംഗ് എന്ന് പറയുന്നത്. ഒരുപോലെ ആവർത്തിച്ച് വരുന്ന ശബ്ദങ്ങളുടെ പാറ്റേൺ ആണ് റൈമിംഗ്. ഹൈക്കു പക്ഷേ അൺറൈംഡ് ആണ്. അത് റൈം ആകണമെന്ന് നിർബന്ധമില്ല. ഇത് ജാപ്പനീസ് ഒറിജിനാണ്. ജപ്പാനിൽ നിന്നും രൂപം കൊണ്ട ഒരു രീതിയാണ്. ഇവിടെ തന്നിരിക്കുന്ന ഹൈക്കു റോബർട്ട് ഹാസ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈക്കു ഇങ്ങനെയാണ്: ലൈറ്റിംഗ് ഓൺ കാൻഡിൽ വിത്ത് അനദർ കാൻഡിൽ, സ്പ്രിംഗ് ഈവനിങ്. ലൈറ്റിംഗ് ഓൺ കാൻഡിൽ, ഒരു മെഴുകുതിരി, വിത്ത് അനദർ കാൻഡിൽ, മറ്റൊരു മെഴുകുതിരിയിൽ നിന്നും ഈ മെഴുകുതിരിയിലേക്ക് വെളിച്ചം പകർന്നു കഴിഞ്ഞാൽ സ്പ്രിംഗ് ഈവനിങ്. സ്പ്രിങ്ങിലുള്ള, വസന്തത്തിലുള്ള ഒരു സായാഹ്നം പോലെ മനുഷ്യൻ്റെ ജീവിതം മാറും എന്നാണ് പറയുന്നത്. ഇത്രയോളം പ്രക്ഷോഭമായിട്ട് ജീവിതം മാറും. ക്യാൻഡിൽ നിന്ന് ക്യാൻഡിലിലേക്ക് വെളിച്ചം പകരുക എന്ന് പറയുന്നത് നമ്മൾ സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെയൊക്കെ ഒരു സിമ്പലായിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. ഈ പാഠഭാഗം നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഭാവമായിട്ട് നമ്മൾ കാണുന്നത് മെറ്റേണിറ്റിയാണ്, മാതൃത്വമാണ്. മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ മാതൃത്വമാണ്. അങ്ങനെ ഈ മാതൃത്വത്തിലൂടെ സ്നേഹത്തിൻ്റെ ബന്ധത്തെ, മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തിൻ്റെ ബന്ധത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലിലിക്ക നക്കോസ് എന്ന എഴുത്തുകാരി. ഇനി ആരാണ് ലിലിക്ക നക്കോസ്? Lilika Nakos was a Greek novelist, journalist and short story writer. She was one of the first women writers of modern Greek prose and for many years the only woman in Greek journalism. She is best remembered for her story collection titled Children's Inferno, Stories of the Great Famine in Greece. One of her best known novels is Lost Soul. ഇപ്പോൾ നോവലിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്, പത്രപ്രവർത്തകയാണ്, അതിനൊപ്പം തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, ചെറുകഥ എഴുത്തുകാരിയാണ്. എവിടെ നിന്നാണ് വരുന്നത്?
ഗ്രീസിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീക്ക് നോവലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഗ്രീസിലുള്ള ചുരുക്കം ചില വനിതാ എഴുത്തുകാരിൽ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വനിതാ എഴുത്തുകാരിൽ ഒരാളാണ് ലിലിക്ക നക്കോസ്. 1903 മുതൽ 1989 വരെയുള്ള കാലഘട്ടത്തിലാണ് ലിലിക്ക നക്കോസ് ജീവിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വേൾഡ് മാപ്പാണ്. വേൾഡ് മാപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഗ്രീസ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഗ്രീസിൽ നിന്നാണ് ലിലിക്ക നക്കോസ് വന്നിട്ടുള്ളത്. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ ലിലിക്ക നക്കോസ് വന്നിട്ടുള്ളത്. ഇനി ലിലിക്ക നക്കോസ് എഴുതിയിരിക്കുന്ന ഈ മെറ്റേണിറ്റി എന്ന് പറയുന്ന കഥ നടക്കുന്നത് ഫ്രാൻസിലാണ്. ഇതാണ് ഫ്രാൻസ് എന്ന് പറയുന്ന പ്രവിശ്യ. ഇതെല്ലാം യൂറോപ്പിൻ്റെ ഭാഗങ്ങളാണ്. ഇത്രയും ഭാഗം, ഈ ഭാഗമാണ് പാരീസ് എന്നൊക്കെ കാണുന്ന ഈ ഭാഗമാണ് ഫ്രാൻസ്. ഇനി ലിലിക്ക നക്കോസിൻ്റെ ഈ ഗ്രീക്കിനും ഫ്രാൻസിനും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് അൽബേനിയ. അതുപോലെ തന്നെ ഇവരുടെ അടുത്തായുള്ള മറ്റു രാജ്യങ്ങളാണ് തുർക്കി. ഇത് കണ്ടോ, തുർക്കി, ഗ്രീസ്, അൽബേനിയ, പിന്നെ ഫ്രാൻസ്. ഈ 4 സ്ഥലങ്ങൾ പ്രധാനമായിട്ടും നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണമെന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. തുർക്കിയുടെ ഒരു പ്രത്യേകത, തുർക്കിയുടെ പകുതി ഭാഗം യൂറോപ്പിലും പകുതി ഭാഗം ഏഷ്യയിലുമാണ് എന്നുള്ളതാണ്. നോക്കിയാൽ കാണാൻ പറ്റും. ഏഷ്യൻ രാജ്യങ്ങളായ ഇറാഖിനോടും ഒക്കെ വളരെ, ഇറാഖും സിറിയയും ഒക്കെ ആയിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് തുർക്കി. തുർക്കി പകുതി യൂറോപ്പിലും പകുതി ഏഷ്യയിലുമായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. മെറ്റേണിറ്റി. ഇറ്റ് വാസ് മോർ ദാൻ എ മന്ത് സിൻസ് ദേ വെയർ അറ്റ് മാർസിലസ്. അവർ മാർസിലസിലെത്തിയതിനു ശേഷം ഏതാണ്ട് 1 മാസത്തിലേറെ ആയിട്ടുണ്ടായിരുന്നു. മാർസിലസ് എന്ന് പറഞ്ഞാൽ അത് ഫ്രാൻസിലുള്ള ഒരു സിറ്റിയാണ്. നമുക്ക് മാപ്പിൽ നിന്നും ഒന്ന് മാർസിലസിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഫ്രാൻസിൻ്റെ താഴ്ഭാഗത്തായി കാണുന്ന ഈ സ്പോട്ടാണ് മാർസിലസ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഈ ഒരു ചെറിയ പ്രവിശ്യ കാണുന്നില്ലേ, ഈ പ്രവിശ്യയിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. അങ്ങനെ 1 മാസത്തോളമായി അവർ മാർസിലസിലെത്തിയതിനു ശേഷം ദ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ ടൗൺ ഓൾറെഡി ലുക്ക് ലൈക്ക് എ സ്മോൾ വില്ലേജ്. അർമേനിയൻ റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ആ രാജ്യത്തു നിന്നും പലായനം ചെയ്ത് പോകേണ്ടി വരുന്ന ആളുകളെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അവിടുത്തെ ആഭ്യന്തര പ്രശ്നമാകാം, യുദ്ധമാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ രാജ്യത്ത് താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന ആളുകളെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാപ്പിൽ കാണാവുന്നത് പോലെ ഇവിടെയാണ് ഈ അർമേനിയ എന്ന് പറയുന്ന സ്ഥലം. ഈ അർമേനിയയുടെ അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് തുർക്കി. തുർക്കിക്കും ഇപ്പുറത്താണ് ഗ്രീസിലുള്ള എഴുത്തുകാരിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അവിടെ നിന്നും ഫ്രാൻസിലാണ് ഇപ്പോൾ അവർ. അപ്പോൾ എത്ര ദൂരം അവർ സഞ്ചരിച്ചു നോക്കുക. ഈ അൽബേനിയയിൽ നിന്നും അവർ ഫ്രാൻസ് വരെ സഞ്ചരിച്ച് ഇപ്പോൾ ഫ്രാൻസിലാണ് ഇവർ കുടിയേറി പാർത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അർമേനിയൻ റെഫ്യൂജീസ് വന്ന് ഔട്ട്സ്കേർട്സ് ഓഫ് മാർസിലസിൻ്റെ ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അതിർത്തി പ്രദേശങ്ങളെയാണ് ഔട്ട്സ്കേർട്സ് എന്ന് പറയുന്നത്. ആ നഗരത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കാൻ തുടങ്ങിയും ഏതാണ്ട് ഇറ്റ് ലുക്ക് ലൈക്ക് എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ വില്ലേജ് പോലെ, ഗ്രാമം പോലെ ആയിക്കഴിഞ്ഞു. അതിന് മാത്രം ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ദേ ഹാഡ് സെറ്റിൽ ഡൗൺ ഒരിടത്ത് താമസം ഉറപ്പിക്കുന്നതിനാണ് സെറ്റിൽ ഡൗൺ എന്ന് പറയുന്നത്. ദേ ഹാവ് സെറ്റിൽ ഡൗൺ ഇൻ എനി വേ ദേ കുഡ്. എവിടെയെങ്കിലുമൊക്കെ അവർക്ക് പാർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം അവർ പാർക്കാൻ തുടങ്ങി. ദ റിച്ചസ്റ്റ് അണ്ടർ ദ ടെൻസ്, പൈസയുള്ള അല്ലെങ്കിൽ ഇത്തിരി കയ്യിൽ സാമ്പത്തികമുള്ള ആൾക്കാരെ ടെൻസിനകത്ത് പാർക്കാൻ തുടങ്ങി. ടെൻറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ദ അതേഴ്സ് ഇൻ ദ റൂയിൻഡ് ഷെഡ്സ്, തകർന്നു പോയ ഷെഡുകൾക്കടിയിൽ കുറേ ആൾക്കാർ താമസിക്കാൻ തുടങ്ങി. ഇനി ഇവിടെ ഒന്നും താമസിക്കാൻ പറ്റാത്ത ആളുകൾ എന്ത് ചെയ്തു? ബട്ട് ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ്, ഭൂരിഭാഗം വരുന്ന കയ്യിൽ 10 കാശ് പോലും ഇല്ലാത്ത റെഫ്യൂജീസ്, ഹാവിങ് ഫൗണ്ട് nothing better, were sheltered under the carpets held up
അറ്റ് ദ 4 corners by stick. 4 സൈഡിലായിട്ട് ഒരു പരവതാനി, അത് ഏതെങ്കിലും ഒരു ഷീറ്റായിരിക്കും, ഒരു തുണി ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട് 4 കമ്പിൽ തുണി ഇങ്ങനെ വലിച്ചു കെട്ടും, എന്നിട്ട് അതിൻ്റെ മൂട്ടിലായിട്ട് കിടക്കും. ഇവിടെയാണ് ഭൂരിഭാഗം വരുന്ന ആളുകളും കിടന്നിരുന്നത്. They thought themselves lucky if they could find a sheet to hang up. They thought themselves lucky if they could find a sheet to hang up at the sides and a wall from their peering eyes. അവർക്കൊരു ഷീറ്റ് കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ they consider themselves as lucky. അതായത് ചുറ്റും മൂടിക്കെട്ടാനായിട്ട്. ഇപ്പോൾ എന്താണ് അവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം, ആൾക്കാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കാതിരിക്കണമെങ്കിൽ ചുറ്റും ഒരു തുണി എന്തെങ്കിലും കൊണ്ട് അങ്ങ് 4 കമ്പുകളെ മറച്ചു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ഈ നഗരപ്രദേശങ്ങളിലെ സൈഡിലായിട്ട് ഇത്തരം കുടിലുകൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാകും. അത്തരം കുടിലുകൾ പോലെയുള്ള സാധനങ്ങളിൽ കെട്ടിയിട്ടാണ് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാങ് അപ്പ് ദി സൈഡ്സ് ഓഫ് ദി വാൾ ഫ്രം പിയറിങ് ഐസ്. പിയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഉറ്റുനോക്കുക എന്നാണ്. അങ്ങനെ ഉറ്റുനോക്കുന്ന കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു തുണിയെങ്കിലും കിട്ടിയാൽ അവർ സ്വയം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായി കണക്കാക്കിയിരുന്നു. Then they felt almost at home. അവർക്ക് വീടാണ് എന്ന് തോന്നി തുടങ്ങി. There men found work no matter what, so that in any case they were not racked with hunger and their children had something to eat. എന്തെങ്കിലുമൊക്കെ പണി അവിടെ കണ്ടുപിടിക്കാൻ അവിടുത്തെ പുരുഷന്മാർ ശ്രമിച്ചു. They were not racked. racked എന്ന് പറഞ്ഞാൽ അത്യന്തം പീഡിപ്പിക്കുക എന്നാണ് അർത്ഥം. ഹങ്ങറിനാൽ അത്യന്തം പീഡിപ്പിക്കപ്പെട്ടില്ല, അതായത് പട്ടിണി കൊണ്ട് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ അവിടുത്തെ പുരുഷന്മാർക്ക് കഴിഞ്ഞു. ഓഫ് ഓൾ ഓഫ് ദം മിക്കാലിയാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം. ഓഫ് ഓൾ ഓഫ് ദം മിക്കാലി എലോൺ കുഡ് ഡു നത്തിങ്. മിക്കാലിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. He ate the stale bread which his neighbors cared to offer and it weighed on him. അവന് ജോലിക്കൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ അയൽവാസികളായിട്ടുള്ള ആൾക്കാർ സ്റ്റെയിൽ ബ്രെഡ് കൊടുത്തു. പഴക്കം തട്ടിയ ബ്രെഡിനെയാണ് സ്റ്റെയിൽ ബ്രെഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ പഴക്കം തട്ടിയ ബ്രെഡ് കൊടുക്കുകയും വിച്ച് ഇസ് നൈബേഴ്സ് കെയർഡ് ടു ഓഫർ ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം. ഇവിടെ വെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ ചിലവിൽ ഇങ്ങനെ കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന മാനസികമായ ഒരു ഞെരുക്കത്തിനെയാണ് ഇവിടെ വെയ്ഡ് എന്ന് പറയുന്നത്. വെയ്ഡ് ഓൺ ഹിം. ഫോർ ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14 വയസ്സായി കഴിഞ്ഞു. ഹെൽത്തി ആൻഡ് റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ ഇവൻ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാം. ഇപ്പോൾ 14 വയസ്സ് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്താണ്, അത് ബാലവേലയാണ്. 14 വയസ്സ് താഴെയുള്ള ആൾക്കാർക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ പുറത്ത് നാട്ടുകളിൽ ഇതും റെഫ്യൂജികളാണ്, ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവത്തില്ല, വീടില്ല, കുടുംബമില്ല. അപ്പോൾ മിക്കാലിയുടെ ഇതുവരെയുള്ള രീതി വെച്ചിട്ട് ഫാമിലി പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവൻ എന്തെങ്കിലും ജോലിക്ക് പോയാലേ അവന് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ടായിരിക്കും മിക്കാലിക്ക് ജോലിക്ക് പോകാൻ കഴിയാതിരിക്കുന്നത്? But how could he think of looking for work when he literally bore on his back the burden of newborn baby? അവൻ്റെ മുതുകിലായിട്ട് he has a burden. അവനിലൊരു ബർഡൻ ഉണ്ട്. എന്താണ് ബർഡൻ? എ ന്യൂ ബോൺ ബേബിയാണ് അവൻ്റെ ബർഡൻ. അവനിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നം ഒരു ന്യൂ ബോൺ ബേബിയാണ്, പുതുതായിട്ട് ജനിച്ച ഒരു കുഞ്ഞാണ്. സിൻസ് ഹിസ് ബർത്ത് വിച്ച് ഹാസ് കോസ്ഡ് ഹിസ് മദേഴ്സ് ഡെത്ത്. ആ കുഞ്ഞ് ജനിച്ചോടുകൂടി മിക്കാലിയുടെ അമ്മ മരിച്ചു. അപ്പോൾ ഇത് ഈ കിടക്കുന്നത് മിക്കാലിയുടെ അനിയനോ അനിയത്തിയോ ആണ്. ന്യൂ ബോൺ ബേബി സിൻസ് ഹിസ് ബർത്ത്, ഹിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അതൊരു അനിയനാണ്. വിച്ച് ഹാസ് കോസ്ഡ് ഹിസ് മദേഴ്സ് ഡെത്ത്. ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലെയിമിങ് ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ് ഫ്രം മോൺ ടിൽ നൈറ്റ്. വെയിൽഡ് എന്ന് പറഞ്ഞാൽ കരയുക. പ്രൊക്ലെയിമിങ് ഉറക്കെ പ്രഖ്യാപിക്കുക. അപ്പോൾ ഈ കുഞ്ഞിന് ഭക്ഷണമില്ല, അമ്മ മരിച്ചു പോയാൽ പിന്നെ മുലപ്പാൽ പോലും കിട്ടത്തില്ല. അപ്പോൾ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ തന്നെ അതിങ്ങനെ നിലവിളിച്ച് വെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിലപിക്കുകയാണ്, കരയുകയാണ്, എല്ലാവരോടും പ്രഖ്യാപിക്കുകയാണ്. ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ്, പട്ടിണി കിടക്കുന്ന അവസ്ഥ, ഒന്നും കിട്ടാതെയുള്ള ഈ കുട്ടിയുടെ അവസ്ഥ, അത് വിലപിക്കുകയാണ്. സ്റ്റേറ്റ് ഫ്രം മോൺ ടിൽ നൈറ്റ്, രാവിലെ മുതൽ രാത്രി വരെയും ഇത് തന്നെയാണ് അവസ്ഥ. വുഡ് ഹാവ് അക്സെപ്റ്റഡ് മിക്കാലി's സർവീസ് when his own compatriots had choosed him from their quarters because they were unable to bear the uninterrupted howl which kept them awake at night. ഈ മിക്കാലിയെ സഹായിക്കാനായിട്ട് ആര് മുന്നോട്ട് വരുമെന്നാണ് ചോദിക്കുന്നത്. കാര്യം എന്താ,
ഇപ്പം മിക്കാലിയുടെ സ്വന്തം നാട്ടുകാരുടെ കൂടെ ആയിരിക്കുമല്ലോ അവിടെ താമസിക്കുന്നത്. അവർ പോലും സ്വന്തം നാട്ടുകാരെയാണ് ഈ കമ്പാട്രിയോട്ട്സ് എന്ന് പറയുന്നത്, കൂട്ടുകാർ, കൂടെയുള്ളവർ. അവർ തന്നെ ചേസ്ഡ് എന്ന് പറഞ്ഞാൽ ഓടിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. അവനെ ഓടിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട്? അണേബിൾ ടു ബിയർ, സഹിക്കുക. ദ അൺഇൻട്രപ്റ്റഡ് ഹൗൾസ് വിച്ച് കെപ്റ്റ് ദം അവേക്ക് അറ്റ് നൈറ്റ്. അൺഇൻട്രപ്റ്റഡ്, ഒരു ഇൻട്രപ്ഷനും ഉണ്ടാകാതെ തുടർച്ചയായിട്ട് ഇങ്ങനെ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സഹിക്കാൻ വയ്യാതെ കൂടെ താമസിച്ചിരുന്നവരെല്ലാം മിക്കാലിയെ പുറത്തേക്ക്. ഇപ്പോൾ മിക്കാലിക്ക് നടുവ് കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല. കൈക്കുഞ്ഞിന് കൊടുക്കാൻ ഭക്ഷണമില്ല, സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലാണ് മിക്കാലി നിൽക്കുന്നത്. മിക്കാലി ഹിംസെൽഫ് വാസ് ഡേസ്ഡ്, പരിഭ്രാന്തനായി. ബൈ ദീസ് ക്രൈസ്, ഈ കരച്ചിൽ കേട്ടിട്ട് മിക്കാലിയും പരിഭ്രാന്തനാകാറുണ്ട്. ഹിസ് ഹെഡ് വാസ് എംപ്റ്റി ആൻഡ് ഹി വാണ്ടഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ. തലയ്ക്കകത്തൊന്നുമില്ല, ഏതോ നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ പോലെ അവനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഡൈയിങ് ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് വിയറിനെസ്. ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കമില്ലായ്മയും ക്ഷീണവും കാരണം എപ്പോൾ വേണോ മരിക്കാം എന്നുള്ളൊരവസ്ഥയിലാണ് മിക്കാലി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾവേസ് ഡ്രാഗിങ് അബൌട്ട് with him and a deafening burden that had been born for his misfortune and its own, and that had so badly chosen the moment to appear on earth. Always dragging about with him the deafening burden. Deafening burden എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ്, കാത് പൊട്ടുന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അതിന് ഡെഫനിങ് എന്ന് പറഞ്ഞാൽ പൊട്ടനാക്കുക എന്നാണ്. കാത് പൊട്ടുന്ന ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ കുട്ടിയെ ഡെഫനിങ് ബർഡൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡെഫനിങ് ബർഡൻ ദാറ്റ് ഹാഡ് ബീൻ ബോൺ ഫോർ ഹിസ് മിസ്ഫോർച്യൂൺ. മിക്കാലിയുടെ മിസ്ഫോർച്യൂണും കാരണം ആ കുഞ്ഞാണ്. കാരണം ആ കുഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ മിക്കാലിക്ക് ജോലിക്ക് പോവാം, എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കിട്ടുമായിരുന്നു. ഇപ്പോൾ കുട്ടിയെ കാരണം ജോലിക്ക് പോകാൻ പറ്റത്തില്ല, കുട്ടിയെ ആരും ഏറ്റെടുക്കത്തുമില്ല. ആൻഡ് ഇറ്റ്സ് ഓൺ, ആ കുട്ടിയുടെയും ബർഡനാണ്. കാര്യം കഴിക്കാനും ഒന്നും കിട്ടുന്നില്ല. ജനിച്ചു, മിക്കാലിയുടെ കയ്യിലാണ് ആയിപ്പോയത്. മിക്കാലിയുടെ അമ്മയും മരിച്ചുപോയി. അപ്പോൾ കുട്ടിക്ക് മുലപ്പാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ്. ആൻഡ് ദാറ്റ് ഹാഡ് സോ ബാഡ്ലി ചൂസൺ ദ മൊമെൻറ്റ് ടു അപ്പിയർ ഓൺ ദിസ് എർത്ത്. ഭൂമിയിലേക്ക് വരാൻ ഏറ്റവും മോശമായ സമയമാണ് ആ കുട്ടി തിരഞ്ഞെടുത്തത്. എവരിബഡി ലിസൺ ടു ഇറ്റ് വിത്ത് ഇറിറ്റേഷൻ. ദേ ഹാഡ് സോ മെനി ട്രബിൾസ് ഓഫ് ദെയർ ഓൺ ആൻഡ് ദേ ഓൾ പിറ്റിഫുള്ളി വിഷ്ഡ് ഇറ്റ് വുഡ് ഡൈ. കാണുന്ന ആൾക്കാരെല്ലാം ദയോടെ ആഗ്രഹിക്കുന്നത് ഈ കുട്ടിയൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നാണ്. But that did not happen, for the newborn child sought desperately to live. ഏതാണ്ട് ജീവിക്കാനുള്ള ഒരു വെറി പിടിച്ച അവസ്ഥയിലായിരുന്നു ആ കുട്ടി. ഇത്രയും പ്രശ്നമാണ്, മുലപ്പാൽ പോലും കിട്ടുന്നില്ല, കഴിക്കാനൊന്നും കിട്ടുന്നില്ല, എന്നിട്ട് മരിക്കാൻ, മരണത്തിന് കീഴടങ്ങാൻ ആ കുട്ടി തയ്യാറായിരുന്നില്ല. ടു ലിവ് ആൻഡ് ക്രൈ ലൗഡർ ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ്. ആ ഫാമിഷ്ഡ് ആയിട്ടുള്ള, പട്ടിണിയായിട്ടുള്ള സ്റ്റേറ്റിനെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ കുട്ടി പോരടിച്ചുകൊണ്ടേയിരുന്നു. The distracted women stuffed their ears and Mikali wanted about like a drunken man. ഈ സഹികെട്ട സ്ത്രീകൾ, മറ്റുള്ള അമ്മമാർ എന്ത് ചെയ്തു? അവരവരുടെ ചെവിക്കാതെ കൈ ഇങ്ങനെ പൊത്തി കുട്ടിയുടെ കരച്ചിൽ കേട്ട് സഹിക്കാൻ വയ്യാതെ. മിക്കാലി ആണെങ്കിൽ ഒരു കള്ളുകുടിയനെ പോലെ തേരാപ്പാര അലഞ്ഞു നടക്കുകയും ചെയ്തു. He hadn't a penny in his pocket. കയ്യിൽ 10 പൈസയില്ല. To buy the infant milk, and not one woman in the camp was in the position to give it the breast. അതിന് മുല കൊടുക്കാൻ പാകത്തിന് ആരും ആ ക്യാമ്പിലും ഉണ്ടായിരുന്നില്ല. കയ്യിൽ പാല് വാങ്ങാൻ കാശും ഉണ്ടായിരുന്നില്ല. Enough to drive one mad. ഇത്രയും ആയപ്പോഴേക്കും മിക്കാലിയെ ഭ്രാന്തനാക്കാൻ ഇത് തന്നെ ധാരാളമായിരുന്നു. One day, unable to bear it further, Mikali went to the other side of the place where the Anatolians were. അനറ്റോളിയൻസ് താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് മിക്കാലി അടുത്തൊരു ദിവസം യാത്രയായി. ഈ അനറ്റോളിയ എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ വരുന്ന ഒരു പ്രവിശ്യയാണ്. തുർക്കിയിൽ വരുന്ന ഈ പ്രവിശ്യയുടെ ഈ ഭാഗത്താണ്, ഈ റൈറ്റ് സൈഡിലായിട്ടാണ് മിക്കാലി വരുന്നത്. ഇനി അവരെവിടെ നിന്നാണ്? അവരിപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണ്? ഫ്രാൻസിലാണ് ഇവരിപ്പം നിലവിലുള്ളത്. അനറ്റോളിയ എന്ന് പറയുന്ന സ്ഥലം തുർക്കിക്കുള്ളിൽ തന്നെ വരുന്ന ഒരു പ്രവിശ്യയാണ് അനറ്റോളിയ എന്ന് പറയുന്നത്. അവിടെ താമസിക്കുന്നവരെയാണ് നമ്മൾ അനറ്റോളിയൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അനറ്റോളിയൻസിൻ്റെ ക്യാമ്പിലേക്ക് കടത്തി ചെല്ലുകയും ദേ ഓൾസോ ഹാഡ് ഫ്ലെഡ് ഫ്രം ദ തുർക്കിഷ് മസാക്കേഴ്സ് ഇൻ ഏഷ്യ. ഏഷ്യയിൽ നടക്കുന്ന തുർക്കിഷ് മസാക്കേഴ്സ്, മസാക്കർ എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല എന്നാണ് അർത്ഥം. ഏഷ്യ മൈനർ റീജിയനാണ് കേട്ടോ അനറ്റോളിയൻസ് എന്ന് പറയുന്നത്. ഏഷ്യ മൈനർ എന്നാണ് ആ റീജിയനെ പ്രധാനമായിട്ടും പറയുന്നത്. അവിടെ
തുർക്കിഷ് മസാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല നടക്കുകയാണ്. അവിടെ ഈ വിപ്ലവങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഓടി വന്നവരാണ് ഈ അനറ്റോളിയൻസ്. മിക്കാലി ഹാഡ് ടോൾഡ് ദാറ്റ് ദർ വാസ് എ നഴ്സിംഗ് മദർ ദർ ഹൂ മൈറ്റ് ടേക്ക് പിറ്റി ഓൺ ഹിസ് ബേബി. അവിടെ ഒരു നഴ്സിംഗ് മദർ ഉണ്ട്, അവർ അതായത് കുട്ടിക്ക് പാൽ കൊടുക്കുന്ന ഒരു അമ്മയുണ്ട്, അവരൊരു പക്ഷേ ഈ കുട്ടിയുടെ ടേക്ക് കെയർ ചെയ്യുമെന്ന് തോന്നി. സോ ദെയർ ഹി വെൻ ഫുൾ ഓഫ് ഹോപ്പ്. Their camp was like his, the same misery. അവൻ എന്താണ് അവൻ്റെ ക്യാമ്പിൽ അനുഭവിച്ചിരുന്ന അതേ ദുരവസ്ഥ തന്നെയാണ്, ദുരവസ്ഥ തന്നെയാണ് അവർക്ക് ആ ഒരു അന്റോണിയൻസിൻ്റെ ക്യാമ്പിലും കാണാൻ കഴിഞ്ഞത്. ഓൾ വിമൻ വെയർ ക്രൗച്ച്ഡ് ഓൺ പാലറ്റ്സ്. ക്രൗച്ച്ഡ് എന്ന് പറഞ്ഞാൽ കുനിഞ്ഞിരിക്കുക. ഓൺ പാലറ്റ്സ് എന്ന് പറഞ്ഞാൽ പടച്ചട്ടയുടെ ഒരു ഭാഗമാണ്. അവിടെ ഇങ്ങനെ ഈ ആയുധങ്ങളുടെയൊക്കെ ഭാഗം ഇങ്ങനെ നിൽക്കുന്നില്ല, ഇത് മറ്റേ എന്താണ് സ്റ്റീലിൻ്റെയൊക്കെ ഭാഗങ്ങൾ, ആക്രി പോലുള്ള സാധനങ്ങളുടെ മണ്ടയിൽ അവരിങ്ങനെ കുനിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഓൺ ദ ഗ്രൗണ്ട്. ബെയർ ഫൂട്ടഡ് ചിൽഡ്രൻ പ്ലേഡ് അബൌട്ട് ഇൻ ദ പൂൾസ് ഓഫ് ഡേർട്ടി വാട്ടർ. അവിടെ ഉണ്ടായിരുന്ന ഡേർട്ടി വാട്ടർ, അഴുക്ക വെള്ളത്തിൽ ഇവരുടെ കുട്ടികളെല്ലാം കളിക്കുകയായിരുന്നു. As he approached, several old women rose to ask what he wanted, but he walked on and stopped only at the opening of the tent. അവിടെ വാതിൽക്കൽ ചെന്നപ്പോൾ തന്നെ കുറച്ച് സ്ത്രീകൾ ചോദിച്ചു എന്താ വന്നതെന്ന്. ഇവനതൊന്നും നോക്കില്ല, അവൻ നേരെ ടെൻറ്റിനകത്തേക്ക് കടന്നുപോയി. From the interior of the tent came the sound of a wailing infant. അകത്തേക്ക് ചെന്നപ്പോൾ കരയുന്ന ഒരു കുട്ടിയുടെ ശബ്ദം കേൾക്കുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് മിക്കാലി പറഞ്ഞു, ഹാവ് പിറ്റി ഓൺ ദിസ് പുവർ ഓർഫൻ ആൻഡ് ഗിവ് ഹിം എ ലിറ്റിൽ മിൽക്ക്. ഐ ആം എ പുവർ അർമേനിയൻ. ഞാനൊരു അർമേനിയക്കാരനാണ്, ഈ കുട്ടിയോട് ഒരൽപ്പം തോന്നുന്നു, ഇതിന് ഇത്തിരി പാല് കൊടുക്കണം എന്ന് ആ സ്ത്രീയോട് പറയാണ്. ഹീ സെഡ് ഇൻ ഗ്രീക്ക് ഭാഷയിൽ അവൻ പറഞ്ഞു. അറ്റ് ഹിസ് അപ്പീൽ എ ലവ്ലി ഡാർക്ക് വുമൺ അപ്പിയേർഡ്. ഒരു ഡാർക്കായിട്ടുള്ളൊരു സ്ത്രീ കടന്നു വന്നു. ഷീ ഹെൽഡ് ഇൻ ഹർ ആംസ് ആൻ ഇൻഫൻറ്റ് ബ്ലിസ്ഫുള്ളി സക്കിംഗ് ദ മെറ്റേണൽ ബ്രസ്റ്റ്. പാല് മുല കുടിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇറ്റ്സ് ഐസ് ഹാഫ് ക്ലോസ്ഡ്. പകുതി അടഞ്ഞ കണ്ണുകളുമായി കിടക്കുന്ന ഒരു കുട്ടി. ലെറ്റ്സ് സീ ദ കിഡ്. ഇസ് ഇറ്റ് എ ബോയ് ഓർ എ ഗേൾ? ശരി, ആ കുട്ടിയെ കാണട്ടെ, അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? അവർ ചോദിച്ചു. മിക്കാലീസ് ഹാർട്ട് ട്രെമ്പിൾഡ്. മിക്കാലിയുടെ ഹൃദയം ത്രസിച്ചു. കാര്യം അനിയന് പാല് കിട്ടാൻ പോവുകയാണ് എന്നുള്ളൊരു ജോയ് അവൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞു. Several neighbors had come closer to see, and they helped him to take from his shoulders the sack where the boy brother was held. ആ ആൺകുട്ടിയെ, അവൻ്റെ അനിയനെ അവൻ സൂക്ഷിച്ചിരുന്ന ആ തോളിലുണ്ടായിരുന്ന ആ ഒരു സാക്ക്, ഒരു സഞ്ചിയെ പുറത്തെടുക്കാൻ അവർ സഹായിച്ചു. Where the baby brother was held, the curiosity they leaned over. അവർക്ക് ആകാംക്ഷയോടുകൂടി അവർ കുനിഞ്ഞു നോക്കി. ആ കുട്ടി എങ്ങനെ നോക്കി? ഹീ ഡ്രീവ് ബാക്ക് ദ കവർ. അവൻ ആ കുട്ടിയുടെ മുകളിലുണ്ടായിരുന്ന കവർ മാറ്റി, തുണിയുടെ ആ ഒരു മൂടി മാറ്റി. ദ വിമൻ ഗേവ് വെൻ ടു വേരിയസ് ക്രൈസ് ഓഫ് ഹൊറർ. വെൻ്റ് എന്ന് പറഞ്ഞാൽ പുറത്തു വിടുക എന്നാണ്. ആ സ്ത്രീകളെല്ലാം കൂടി പെട്ടെന്ന് പലതരത്തിലുള്ള ഹൊറിഫൈയിങ് ആയിട്ടുള്ള, ഭീകരമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു. ദ ചൈൽഡ് ഹാഡ് നോ ലോങ്ങർ എനിത്തിങ് ഹ്യൂമൻ അബൌട്ട് ഇറ്റ്. മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയും ആ കുട്ടിയിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. കാര്യം ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചു പോയതാണ്. The head had become enormous and the body of an incredible thinness. തല മാത്രം വലുതായിട്ട് നിൽപ്പുണ്ട്, ശരീരം ചുക്കിച്ചുളിഞ്ഞ് തിന്നായി മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ഒരു കുട്ടി. Was all shriveled. എല്ലാവരും all shriveled. ആ കുട്ടി ആകെ ചുരുണ്ട് ചുക്കി ചുളിഞ്ഞിരിക്കുകയാണ്. As until then it had set only its thumb. അതുവരെ അതിൻ്റെ തമ്പ് മാത്രമാണ് ഇത് കുടിച്ചിട്ടുള്ളത്. എപ്പോഴും വിരൽ ഇങ്ങനെ ഉറിഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് വാസ് ഓൾ സ്വെല്ലൻ. ആ വിരലാണെങ്കിൽ ഇങ്ങനെ ഉറിഞ്ചി ഏതാണ്ട് വീർത്തിരിപ്പുണ്ട്. ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ. വളരെ ദാരുണമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു, ഭയജനകമായൊരു കാഴ്ചയായിരുന്നു. മിക്കാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ്. മിക്കാലിയും ആ കുട്ടിയെ കണ്ടിട്ട് ഭയത്തോടു കൂടി പിന്നോട്ട് വന്നു. ഓൾ ഓഫ് ദം ടുഗദർ ചേസ്ഡ് ഹിം അവേ. എല്ലാവരും അവനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിച്ചു. ത്രെറ്റനിങ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിച്ചു. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. അവനപ്പോൾ സങ്കടമായി. കുട്ടിക്ക് പാലം കിട്ടിയില്ല, എല്ലാവരോടും ഓടിക്കുകയും ചെയ്യുന്നു. കാര്യം കുട്ടി ഇപ്പോഴേ ഇവൻ കാണുന്നത്, തോളി കിടക്കുന്നുണ്ട്, ഇവൻ അങ്ങനെ കുട്ടിയെ കാണുന്നുമില്ല. ഹി വെൻറ്റ് ഓഫ് ബിയറിങ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ വെയിലിംഗ് ഇൻ ഇറ്റ്സ് ഹണ്ടർ. അവൻ അവിടെ നിന്ന് ആ കുട്ടിയെയും തോളിൽ താങ്ങിക്കൊണ്ട് ഇങ്ങനെ പട്ടിണി കാരണം കരയുന്ന ആ കുട്ടിയുമായിട്ട് അവൻ മുന്നോട്ട് പോയി. ദർ വാസ് നത്തിങ് ടു ബി ഡൺ. ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. ദ ചൈൽഡ് വാസ് കണ്ടെംപ്ഡ് ടു ഡൈ ഓഫ് ഹങ്കർ. ഈ കുട്ടി പട്ടിണി കാരണം മരിക്കുക തന്നെ. ഈ മിക്കാലിക്കിനെ ഒന്നും ചെയ്യാനില്ല.
മിക്കാലി ഫെൽറ്റ് ഹിംസെൽഫ് ഇമ്മൻസ്ലി എലോൺ ആൻഡ് ലോസ്റ്റ്. മിക്കാലിക്ക് സ്വയം തന്നെ ഇമ്മൻസ്ലി അത്യധികമായി എലോൺ ആൻഡ് ലോസ്റ്റ്, ഒറ്റപ്പെട്ടതായും നഷ്ടപ്പെട്ടതായും തോന്നി. എ ചിൽ റാൻ അപ്പ് ഹിസ് സ്പൈൻ. അവൻ്റെ നട്ടലിൽ കൂടി പെട്ടെന്ന് ഒരു തണുപ്പ് ഇങ്ങനെ അരിച്ചു കയറി. അറ്റ് ദ തോട്ട് ദാറ്റ് ഹി വാസ് ക്യാരിയിങ് സച്ച് ആൻ അൺലക്കി ചൈൽഡ്. ഇത്തരത്തിൽ ഒരു ഭാഗ്യവുമില്ലാത്തൊരു കുട്ടിയാണ് താൻ ചുമക്കുന്നത് എന്നുള്ളൊരു ചിന്തയിൽ അവൻ്റെ നട്ടലിൽ കൂടി ഒരു തരിപ്പ് കടന്നുപോയി. ഈ സ്ലംഡ് ഡൗൺ, എല്ലാം കൊണ്ട് തകർന്നിരിക്കുന്നതിനെയാണ് സ്ലംഡ് എന്ന് പറയുന്നത്. ഈ സ്ലംഡ് ഡൗൺ ഇൻ ദ ഷാഡോ ഓഫ് എ ഷെഡ്. ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഷെഡിൻ്റെ തണലിൽ ഇവനിങ്ങനെ ഇരുന്നു. ഇറ്റ് വാസ് സ്റ്റിൽ വെരി വാം. അപ്പോഴും വളരെ ചൂടുണ്ടായിരുന്നു ആ തണലിൽ. ദ കൺട്രി സ്പ്രെഡ് ഔട്ട് ബിഫോർ ഹിം ഇൻ ആരിഡ്. ആ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപ്രദേശം എന്നാണ്. സ്പ്രെഡ് ഔട്ട് ബിഫോർ ഹിം ഇൻ ആരിഡ്, തരിശായ ആ ഭൂമി അവൻ്റെ മുന്നിൽ ഇങ്ങനെ നീണ്ടു പറന്ന് കിടന്നു. വേസ്റ്റ് ലാൻഡ്, അവിടെ ഒരുപാട് ചവറുകളുണ്ട്. കവേർഡ് വിത്ത് റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ ചവറാണ്. ചവറുകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു തരിശായ വേസ്റ്റ് ലാൻഡിനെയാണ് അവൻ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നൂൺ റാങ് ഔട്ട് സംവെയർ, എവിടെ നിന്നോ ഉച്ചയുടെ മണി കേട്ടു. ദ സൗണ്ട് റിമൈൻഡഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഈറ്റൻ നത്തിങ് സിൻസ് ദ ഡേ ബിഫോർ. തലേ ദിവസമല്ല, അതിന് മുമ്പത്തെ ദിവസം തൊട്ടേ ഇവനൊന്നും കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് അവന് ഓർമ്മ വന്നു. ഹി വുഡ് ഹാവ് ടു ഗോ സ്നീക്കിംഗ് അബൌട്ട് ദ സ്ട്രീറ്റ്സ്. അടുത്തിനി അവന് ചെയ്യാനുള്ളത് ആ സ്നീക്കിംഗ്, ഒളിച്ചു പോവുക, അവിടെ സ്ട്രീറ്റുകളിൽ കൂടെ പതുങ്ങി പോവുക. അറൗണ്ട് കഫേ ടെറസുകളിലുള്ള കച്ചവടശാലകളിലുള്ള കടകൾക്കിടയിലൂടെ അതിൻ്റെ ഈ കഫേക്ക് അകത്തുകൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫ്ലിച്ചിങ്, അപഹരിക്കുക. സം ഹാഫ് ഈറ്റൺ റോൾ ലെഫ്റ്റ് ഓൺ പ്ലേറ്റ്, ആരെങ്കിലുമൊക്കെ കഴിച്ച് ബാക്കി വെച്ചിട്ട് പോകുന്ന, അവിടെ റിച്ച് ആയിട്ടുള്ളൊരു സിറ്റിയാണ് മാർസലസ്. അവിടുത്തെ ആരെങ്കിലും കഴിച്ച് ബാക്കി വെച്ചിട്ട് പോകുന്ന പ്ലേറ്റുകളിലുള്ള ഭക്ഷണ സാധനങ്ങളുടെ ബാക്കി ഒരു റോളോ, ഓറൽസ് റേക്കബോട്ട് എന്ന് വെച്ചാൽ പരതുക എന്നാണ്. റേക്കബോട്ട് ഇൻ ദ ഗാബേജ്, അവിടുത്തെ ആ ഒരു ചവറ്റുകുട്ടകളിൽ പരതുക. ഫോർ വാട്ട് ഡോഗ് വുഡ് നോട്ട് ഹാവ് ഈറ്റൻ, പട്ടി പോലും കഴിക്കാത്ത സാധനങ്ങൾ അതിനകത്തുനിന്ന് കണ്ടുപിടിച്ചെടുത്ത് കഴിക്കുക. ഇത് ഇനി അവന് ചെയ്യാനുള്ളൂ. സഡൻലി ലൈഫ് സീം ടു ഹിം സോ ഫുൾ ഓഫ് ഹൊറർ. പെട്ടെന്ന് ജീവിതം വളരെ ഭീകരമായവൻ അനുഭവപ്പെട്ടു. ദാറ്റ് ഹി കവേർഡ് ഹിസ് ഫേസ് വിത്ത് ഹിസ് ഹാൻഡ്സ് ആൻഡ് ബിഗൻ ടു സോബ് ഡെസ്പറേറ്റ്ലി. സോബ് തേങ്ങിക്കരയുകയാണ്. അവൻ വളരെ ഡെസ്പറേറ്റായി, തീവ്ര നൈരാശ്യത്തോടു കൂടി അവൻ തേങ്ങിക്കരയാൻ തുടങ്ങി. വെൻ ഹി റൈസ്ഡ് ഹിസ് ഹെഡ് എ മാൻ സ്റ്റുഡ് ബിഫോർ ഹിം. അവൻ കൈ തുറന്ന് നോക്കിയപ്പോൾ അവൻ്റെ മുന്നിൽ ഒരാൾ നിൽപ്പുണ്ട്. അവനെ നോക്കുകയാണ്. ഗേസിങ് ഡൗൺ അപ്പോൺ ഹിം, അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മിക്കാലി റെക്കഗ്നൈസ്ഡ് ദ ചൈന മാൻ ഹൂ ഓഫൺ കം ടു ദ ക്യാമ്പ് ടു സെൽ പേപ്പർ നിക്നാക്സ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ ക്യാമ്പുകളിൽ കളിപ്പാട്ടം, നിക്നാക്സ് എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടമാണ്, പേപ്പർ കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ വരുന്ന ചൈനക്കാരനാണ്. ആൻഡ് ചാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കോസ് ജ്വല്ലറിയ, ഈ ചെറിയ വള, മാല, പൊട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്ന ആളാണ്. വിച്ച് നോ നെവർ ബോട്ട് ഫ്രം ഹിം എനിവേ. ഇവർ ക്യാമ്പുകളിൽ കിടക്കുന്ന 10 പൈസ ഇല്ലാത്ത ആൾക്കാരാണ്. ഇവരൊരിക്കലും ഇയാളെ നിന്ന് വാങ്ങത്തില്ല. അപ്പോൾ ആ മനുഷ്യനാണ് നിൽക്കുന്നത്. ഓഫൺ ദേ മോക്ക്ഡ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് കളർ ആൻഡ് ഹിസ് സ്ക്വിൻഡ് ഐസ്. എല്ലാവരും അയാളുടെ നിറമൊക്കെ നോക്കി. വംശീയാധിക്ഷേപം മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്, എല്ലാ ഭാഗത്തും കാണാൻ പറ്റും. കറുത്തവൻ വെളുത്തവനെയും, വെളുത്തവൻ കറുത്തവനെയും. കറുത്തവൻ വെളുത്തവനെ അധികം ചെയ്യാറില്ല, എന്നാലും വെളുത്തവൻ കറുത്തവനെയും ഇപ്പോൾ ചൈനക്കാരെയൊക്കെ നമ്മളെല്ലാവരും കളിയാക്കാറുണ്ട്. അത് വംശീയ അധിക്ഷേപമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വംശീയ അധിക്ഷേപം അവിടെയുള്ള ആൾക്കാർ ചെയ്യാറുണ്ട്. അവൻ്റെ കളറിനെ, അതുപോലെ അവൻ്റെ കണ്ണിനൊരു അല്പം കോങ്കണ്ണുണ്ട്, അതിനെയൊക്കെ കളിയാക്കി ആൾക്കാർ ചിരിക്കാറുണ്ട്. മിക്കാലി സോ ദാറ്റ് ഹി വാസ് ലുക്കിംഗ് ജെന്റ്ലി ഡൗൺ അറ്റ് ഹിം ആൻഡ് മൂവിങ് ഹിസ് ലിപ്സ് ആസ് ദോ ടു സ്പീക്ക്. സംസാരിക്കാൻ വേണ്ടി അയാൾ പോവുകയാണെന്ന് മിക്കാലിക്ക് തോന്നി. ഫൈനലി ദ ചൈനാമൻ സെഡ്, യു മസ്റ്റ്ൻ ക്രൈ ബോയ്, നീ കരയരുത് എന്ന് ചൈനാമൻ പറഞ്ഞു. ദെൻ ടിമിഡ്ലി എന്നതിൻ്റെ അർത്ഥം ശങ്കയോടെ എന്നാണ്. എന്നിട്ട് ശങ്കയോടെ ചോദിച്ചു, കം വിത്ത് മീ, എനിക്കൊപ്പം വരൂ. മിക്കാലിസ് ഓൺലി ആൻസർ വാസ് ടു ഷേക്ക് ഹിസ് ഹെഡ് നെഗറ്റീവ്ലി. വരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടുക മിക്കാലി ചെയ്തത്. ഈ ലോങ് ടു ഫ്ലീ, ഒരുപാട് കാലമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉള്ളിൽ തോന്നുന്നൊരു ആഗ്രഹമാണ് ഈ ലോങ് ടു ഫ്ലീ എന്ന് പറഞ്ഞാൽ ഓടി രക്ഷപ്പെടുക. ഇയാളുടെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനാണ് അവനപ്പോൾ തോന്നിയത്. കാര്യം ഭയമായി പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ. ഹി ഹാഡ് ഹേർഡ് സോ മെനി ഹൊറേഴ്സ് അബൌട്ട് ദ ക്രൂവൽറ്റി ഓഫ് ദ ഓറിയൻ്റൽസ്. ഈ ഓറിയൻ്റൽസ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരെയാണ് ഓറിയൻ്റൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഓറിയൻ്റൽസിനെ പറ്റിയുള്ള ഭീകരമായ കഥകൾ അതെപ്പോഴും യൂറോപ്പിൻ്റെ ഭാഗങ്ങളിൽ, യൂറോപ്പിന് അമേരിക്കയ്ക്കും ഈസ്റ്റേൺ കൺട്രീസിനെ പറ്റിയിട്ട് ഒരുപാട് ഹൊറിഫൈങ് സ്റ്റോറികളുണ്ട്. അപ്പോൾ ബലി കൊടുക്കുന്നതും ഇത്തരം കഥകളൊക്കെയാണ് ഇവർക്ക് കേട്ട് പരിചയമുള്ളത്. അപ്പോൾ ആ ഒരു ഭയം ഇവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവൻ ഓടി രക്ഷപ്പെടാൻ തോന്നിയത്.
യെറ്റ് ദ മാൻ റിമൈൻഡ് ദെയർ ആൻഡ് ഡിഡ് നോട്ട് ബഡ്ജ്. പക്ഷേ ആ മനുഷ്യൻ അവിടെ തന്നെ നിന്നു. അവിടെ നിന്ന് അയാൾ ബഡ്ജ് എന്ന് പറഞ്ഞാൽ മാറുക എന്നാണ്, അവിടെ നിന്ന് അയാൾ മാറിയില്ല. സോ ബീയിങ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ്, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ദുഃഖവും ശങ്കയൊക്കെ തോന്നിയിട്ട് മിക്കാലി ഫോളോഡ് ചെയ്യും. മിക്കാലി അയാളുടെ ഒപ്പം തോന്നി. കാര്യം ചെയ്യാനൊന്നുമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, എന്തായാലും ഇയാളുടെ കൂടെ പോവാം, വലുതായിട്ടൊന്നും സംഭവിക്കാനില്ല. വാട്ട് മോർ ഓഫുൾ തിങ് കുഡ് ഹാപ്പൻ ടു ഹിം. ഇതിനേക്കാൾ തീരെ മോശമായ എന്ത് കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത്. ആസ് ദേ വാക്ക്ഡ് അലോങ് ഹി സ്റ്റംബിൾഡ് വീക്ക്ലി ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ വിത്ത് ദ ചൈൽഡ്. പോയ വഴിക്ക് സ്റ്റംബിൾഡ്, ജസ്റ്റ് ഒന്ന് ഇടറി വീഴാൻ തുടങ്ങി. കുട്ടിയുമായിട്ട് ഇപ്പോൾ വീഴും എന്ന് തോന്നി, പക്ഷേ വീണില്ല. ദ ചൈനാമാൻ കെയിം ടു ഹിം. ചൈനാമാൻ അവനെ വന്ന് പിടിച്ചു. ആൻഡ് ടേക്കിംഗ് ദ ബേബി ഇൻ ഹിസ് ഹാൻഡ്, ചൈനാമാൻ ആ കുട്ടിയെ കയ്യിലെടുത്തു. ടെൻഡർലി പ്രസ്ഡ്, അരുമയോടെ അതിനെ തന്നോടിങ്ങനെ ചേർത്ത് വെച്ചു ആ ചൈനാമാൻ. ദേ ക്രോസ്ഡ് സെവറൽ എംറ്റി ലോട്ട്സ്. ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഭൂമിഭാഗത്തിനെയാണ്. അത്തരത്തിൽ ആരുമില്ലാത്ത കുറേ ഭാഗങ്ങളൊക്കെ ഇവർ കടന്നുപോയി. ആൻഡ് ദെൻ ദ മാൻ ടുക്ക് എ ലിറ്റിൽ ലെയിൻ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഇടവഴി കടന്ന് then led him to a sort of wooden cabin surrounded by a very small garden. ഒരു തടി കൊണ്ടുണ്ടാക്കിയ ഒരു ക്യാബിൻ, ഒരു വീടെന്നൊക്കെ പറയാം, അത്തരത്തിലൊരു വീട്ടിലേക്ക് കടന്നുപോയി. അതിന് ചുറ്റും കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ഹീ സ്റ്റോപ്ഡ് ബിഫോർ ദ ഡോർ ആൻഡ് ക്ലാപ്ഡ് ഹിസ് ഹാൻഡ്സ് ടോയ്സ്. ആ വാതിലിൻ്റെ മുന്നിൽ നിന്ന് കൈ 2 വട്ടം കൊട്ടി. എ ഫ്യൂ ലൈറ്റ് സ്റ്റെപ്സ്, അകത്ത് നിന്ന് കുറച്ച് ശബ്ദങ്ങൾ കേട്ടു, അതായത് കാല് വയ്ക്കുന്ന ശബ്ദങ്ങൾ കേട്ടു. A few steps from inside and a tiny person came to open the door. ഒരു ചെറിയ വ്യക്തി വന്ന് ഡോർ ഓപ്പൺ ചെയ്തു. Seeing the men, her face reddened. അതൊരു സ്ത്രീ ആയിരുന്നു. ആ മനുഷ്യരെ കണ്ടിട്ട് അവരുടെ മുഖം ചുമന്നു. ആൻഡ് then a happy smile lit it up. എന്നിട്ടൊരു സന്തോഷത്തിൻ്റെ ഒരു ചിരി ആ മുഖത്ത് വിടർന്നു. She made a brief curtsy to them. ഈ ചൈനക്കാർ കുനിഞ്ഞ് ഒരു ആക്ഷൻ ഉണ്ട് ഈ ബഹുമാന സൂചകമായി ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ മിക്കാലിയോട് ചെയ്തു. ആസ് മിക്കാലി റിമൈൻഡ് ദെയർ. മിക്കാലിക്ക് പക്ഷേ സംശയം, കാരണം മിക്കാലി അവിടെ തന്നെ നിന്നതേ ഉള്ളൂ. മിക്കാലി റിമൈൻഡ് ദം ഹെസിറ്റേറ്റിംഗ്ലി. വിമുഖതയോട് മിക്കാലി അവിടെ തന്നെ നിന്നു. റൂട്ടഡ് ടു ദ ത്രഷോൾഡ്. ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ വാതിൽപ്പടിയാണ്. ആ ഉമ്മറപ്പടിയിൽ തന്നെ അവൻ നിന്നു. ആൻഡ് ചൈനാമാൻ സെഡ് ടു ഹിം. ചൈനാമാൻ പറഞ്ഞു, കം ഇൻ ദെൻ, ഡു നോട്ട് ബി അഫ്രൈഡ്, ദിസ് ഇസ് മൈ വൈഫ്. ഭയക്കണ്ട, ഇതെൻ്റെ ഭാര്യയാണ്, കടന്നു വരാം. Mikali went into the room, rather large it seemed, separated in the middle by a colored paper screen. മിക്കാലി റൂമിലേക്ക് കടന്നു. ഒരു അത്യാവശ്യം വലിയ ഒരു മുറിയായിരുന്നു പുറത്തുനിന്ന് കാണുന്നതിനേക്കാളും. സെപ്പറേറ്റ് ഇൻ ദ മിഡിൽ ബൈ എ കളേർഡ് പേപ്പർ സ്ക്രീൻ. അതിനെ പകുതി വെച്ച് ഒരു പേപ്പർ സ്ക്രീൻ കൊണ്ട്, ഒരു മറവ് കൊണ്ട് അവർ മറച്ചിട്ടുണ്ട്. അതായത് മുറിയെ തന്നെ അവർ ചെറിയൊരു ഭാഗം മറച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ഓൾസോ ക്ലീൻ ആൻഡ് നീറ്റ്, ദോ വെരി പുവർ ലുക്കിംഗ്. വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ താഴെയായിരുന്നു എന്നുണ്ടെങ്കിലും വളരെ ക്ലീനും നീറ്റുമായിരുന്നു ആ വീട്. ഇൻ ദ കോർണർ ഈ നോട്ടീസ്ഡ് എ റിക്കിൾ ക്രേഡിൽ. അതിൻ്റെ മൂലയിലായിട്ട് ഒരു വിക്കർ എന്ന് പറഞ്ഞ ചൂരൽ മെടഞ്ഞുണ്ടാക്കിയ വിക്കർ ക്രേഡിൽ, ചൂരൽ മെടഞ്ഞുണ്ടാക്കിയ ഒരു ക്രേഡിൽ, തൊട്ടിലുണ്ടായിരുന്നു. ദാറ്റ്സ് മൈ ബേബി സെഡ് ദ യങ് വുമൺ. ആ സ്ത്രീ പറഞ്ഞു, അതെൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു. കോക്കിംഗ് ഹിസ് ഹെഡ് ഗ്രേഷ്യസ്ലി. കോക്കിംഗ് ഒരു വശത്തേക്ക് ഇങ്ങനെ വെക്കുന്നതിനാണ്. അവരുടെ ഒരു തല ആ ഒരു വശത്തേക്ക് ചരിച്ചുകൊണ്ട് ഗ്രേഷ്യസ്ലി, കാരുണ്യപൂർവ്വം പറഞ്ഞു, അതെൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞു. ടു വൺ സൈഡ് ആൻഡ് സ്മൈലിംഗ് അറ്റ് ഹിം. അവനെ നോക്കി ചിരിച്ചു. ഈസ് വെരി ടൈനി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ, കം ആൻഡ് സീ. അവൻ വളരെ ടൈനിയാണ്, അതുപോലെ ബ്യൂട്ടിഫുള്ളുമാണ്, അവനെ വന്ന് കാണാൻ പറഞ്ഞു. മിക്കാലി വെൻ്റ് എ ക്ലോസർ ആൻഡ് സൈലൻ്റ്ലി അഡ്മയർ ഇറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ കണ്ടിട്ട് അവൻ അഡ്മയർ ചെയ്തു, അവൻ അംഗീകരിച്ചു. ആ കുട്ടി വളരെ എന്താണെന്ന്, ബ്യൂട്ടിഫുൾ ആണ്, അതുപോലെ ടൈനി ആണെന്നുള്ളത് അവൻ അംഗീകരിച്ചു. എ ചബ്ബി ബേബി ബട്ട് ലേറ്റ്ലി ഔട്ട് ഓഫ് ദി ഡാർക്ക്നെസ് ഓഫ് ദി മെറ്റേണൽ ബോഡി. അവൻ ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ അടുത്തിടയ്ക്കാണ് അവൻ അമ്മയുടെ മെറ്റേണൽ ബോഡിക്കകത്തിൻ്റെ ഇരുട്ടിൽ നിന്നും അവൻ സ്വതന്ത്രനായത്. ജനിച്ചിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. സ്ലെപ്പ് പീസ്ഫുള്ളി കവേർഡ് വിത്ത് എ ഗോൾഡ് ബ്രോക്സൈഡ്. അതിൻ്റെ ചിത്രപ്പണികളോടുകൂടി, അത് സ്വർണം കൊണ്ട് ചിത്രപ്പണികളോട് കൂടിയ ഒരു വസ്ത്രവുമൊക്കെ ആയിട്ട് അവൻ അങ്ങനെ കിടക്കുകയാണ്, ലൈക്ക് എ ലിറ്റിൽ കിങ്, ഒരു കുഞ്ഞു രാജാവിനെ പോലെ. ദെൻ ദ ഹസ്ബൻഡ് കോൾഡ് ഹിസ് വൈഫ് ഓവർ. ഹി ടോൾഡ് ഹർ ടു സിറ്റ് ഓൺ എ സ്ട്രോ മാറ്റ്. തൻ്റെ ഭാര്യയോട് പറഞ്ഞു ആ പുൽപ്പായയിൽ ഇരിക്കാൻ പറഞ്ഞു. വിത്തൗട്ട് എ വേർഡ് ഹീ സെറ്റ് ഡൗൺ ഓൺ ഹെർ ലാപ്പ് എ ലിറ്റിൽ ഫാമിഷ്ഡ് വൺ. എന്നിട്ട് മിക്കാലിയുടെ അനിയനെ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. ബോവിങ് ഡീപ്ലി ബിഫോർ ഹർ ദ വിമൻ ലീൻഡ് ഓവർ വിത്ത് അസ്റ്റോണിഷ്മെൻറ്റ്. ഒരു അസ്റ്റോണിഷ്മെൻറ്റോടുകൂടി, ആശ്ചര്യത്തോടു കൂടി ആ കുഞ്ഞിനെ ആ സ്ത്രീ നോക്കി. ആൻഡ് ഡ്രൂ ബാക്ക് ദ കവറിങ് ഓഫ് വിച്ച് ദ ചൈൽഡ് വാസ് റാപ്ഡ്. ആ കുട്ടിയെ പൊതിഞ്ഞിരുന്ന ആ കവറിങ്ങിൽ എടുത്തു മാറ്റി. ഇറ്റ് അപ്പിയർഡ് ടു ഹെർ ഇൻ ഓൾ ഈസ് സ്കെൽറ്റോണിക് ഹൊറർ
എല്ലും തോലുമായ ഹൊറർ, ഭീകരത അവർക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ തോന്നി. ഷീ ഗേവ് എ ക്രൈ, പെട്ടെന്ന് അവൾ കരഞ്ഞുപോയി. എ ക്രൈ ഓഫ് ഇമ്മൻസ് പിറ്റി, ഒരു ആഴത്തിലുള്ള സഹതാപത്തിൻ്റെ ഒരു കരച്ചിൽ അവരുടെ ഉള്ളിൽ വന്നു. ദെൻ പ്രസ് ദ ബേബി ടു ഹർ ഹാർട്ട്, എന്നിട്ട് ആ ബേബിയെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ഗിവിങ് ഇറ്റ് ദ ബ്രസ്റ്റ്, അതിന് എന്ത് നൽകി? മുല നൽകി. ദെൻ വിത്ത് എ ജെസ്റ്റർ ഓഫ് മോഡസ്റ്റി, എന്നിട്ട് ജെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആംഗ്യം കൊണ്ട് കാണിക്കുകയാണ്. ജെസ്റ്റർ ഓഫ് മോഡസ്റ്റി, വിനയത്തോടു കൂടി. ഷീ ബോട്ട് ഫോർവേഡ് എ ഫ്ലാപ്പ്, അതായത് ഒരു ഉടുപ്പിൻ്റെ ഒരു പാളി ഇളക്കുകയും ആൻഡ് ഹെർ റോപ്പ് ഓവർ ആൻഡ് മിൽക്ക് സ്വലൻ ബ്രസ്റ്റ് ആൻഡ് പുവർ ഗ്ലട്ടനസ് ഇൻഫൻറ്റ് സക്ലിംഗ് ദെയർ, ആർത്തിയോടെ ആ കുഞ്ഞ് ആ അമ്മയുടെ മുലപ്പാൽ ഭക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് മനുഷ്യർക്കിടയിലുള്ള ബന്ധത്തിൻ്റെ കഥ പറയാനായിട്ട് നമ്മുടെ എഴുത്തുകാരിയായിട്ടുള്ള ലിലിക നക്കോസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് റെഫ്യൂജി ക്യാമ്പിനകത്ത് ഭക്ഷണമില്ലാതെ അലഞ്ഞു തിരിയുന്ന ഒരു ന്യൂബോൺ ബേബിയും അതിനോട് യാതൊരു ബന്ധവുമില്ലാതെ മറ്റേതോ ദേശത്ത് നിൽക്കുന്ന, നോക്കുക തുർക്കിയും ചൈനയും എത്ര ദൂരെയുള്ള ആളുകളാണെന്ന്, മറ്റൊരു ദേശത്തുള്ള രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ മറ്റൊരമ്മ ആ കുഞ്ഞിനെ മുലകെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് മെറ്റേണിറ്റി, മനുഷ്യർക്കിടയിലുള്ള മനുഷ്യബന്ധത്തെ സൂചിപ്പിക്കാനായിട്ട് ഈ പാഠഭാഗത്തിലൂടെ ലിലിക നക്കോസ് എന്ന നമ്മുടെ എഴുത്തുകാരി അവതരിപ്പിച്ചിരിക്കുന്നത്.